ലെബനനിലുള്ള ഒരു പ്രധാന മസ്ജിദിന് സമീപത്തേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം. ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഹിസ്ബുള്ളയുടെ ഒരു ഉന്നതനായ നേതാവിനെയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. സിഡോണിലെ ഇമാം അലി മസ്ജിദിന് സമീപമായിരുന്നു ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണം എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവിടെ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. പക്ഷേ IDF ഇതുവരെ ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ല. പകരം സൈന്യം പറയുന്നത് ഗോലാൻ കുന്നുകളിലേക്ക് ലെബനൻ ആസ്ഥാനമായിക്കൊണ്ട് അല്ലെങ്കിൽ ലെബനനിൽ നിന്ന് തന്നെ ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയ്ക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് തങ്ങൾ എന്ന് മാത്രമാണ്. നമുക്കറിയാം ഈ IDF അതായത് ഇസ്രായേൽ സേന കൊലപ്പെടുത്തുന്ന ഭീകരന്മാരുടെ വിവരങ്ങളൊക്കെ പിന്നീട് അവർ പരസ്യപ്പെടുത്താറുമുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ആ ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ ഭീകരൻ്റെ തലവനെ കൊന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആക്രമണം നടന്നതിനെക്കുറിച്ചും IDF ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. പകരം ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ പരക്കെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ ലക്ഷ്യം കണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഇല്ലെങ്കിൽ ആ ഭീകരനെ കൊന്നോ ഇല്ലയോ എന്നുള്ളത് വരും മണിക്കൂറിൽ ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരിക്കും. ഏതായാലും ഇസ്രായേൽ പറയുന്നത്, ഇല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം പറയുന്നത്, ഗോലാൻ കുന്നുകളെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള പായിച്ച 200-ലധികം വരുന്ന മിസൈലുകൾക്ക് തങ്ങൾ തക്കതായ മറുപടി നൽകി എന്ന് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.